ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് പല വിധത്തിലുണ്ട്. നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രെച്ച് മാർക്കും ഉണ്ട്, അതുപോലെ തന്നെ തടി കൂടിയിട്ട് കുറഞ്ഞ ആൾക്കാർക്കും തടി കൂടുന്നവർക്കും അങ്ങനെ പല രീതിക്കും നമുക്ക് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് തരം സ്ട്രെച്ച് മാർക്ക് ആണെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമിൻ്റെ റെമഡിയാണ്, നാച്ചുറൽ റെമഡിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ സ്ട്രെച്ച് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 months കൊണ്ട് ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതല്ല കുറച്ച് വർഷപ്പഴക്കമുള്ള സ്ട്രെച്ച് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം വേണ്ടത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അൺറിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടർ വേണം മേടിക്കാനായിട്ട്, റീഫൈൻഡ് മേടിക്കരുത്. അൺറിഫൈൻഡ് എന്ന് പറയുമ്പോൾ ശുദ്ധീകരിക്കാത്തത് കേട്ടോ. ശുദ്ധീകരിക്കാത്തതിനകത്താണ് കുറച്ചും കൂടി നമുക്ക് അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ശുദ്ധീകരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ രണ്ടും നല്ലതാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ശുദ്ധീകരിക്കാത്ത നമുക്ക് അൺറിഫൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ഷിയ ബട്ടർ തന്നെയാണ് നല്ലത്. ഇച്ചിരി റേറ്റ് ആയിരിക്കും. നിങ്ങൾ 50 ഗ്രാമോ 100 ഗ്രാമോ മേടിച്ചാൽ മതി. നമുക്കിത് കഴിയുമ്പോൾ ഇതിന് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസ് ക്രീം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇന്ന് നമ്മൾ ഈ ഒരു സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഷിയ ബട്ടർ ഒരല്പം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-13 ഗ്രാമോളം ഉണ്ടാവും. ഞാൻ ഈ ഒരു ഷിയ ബട്ടർ വെച്ചിട്ടാണ് ഫേസ് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഷിയ ബട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് മോയ്സ്ചറൈസറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് പകൽ പുറത്തോട്ട് പോകുമ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിന് മീതെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതാണ് പുറത്തൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുന്നായിട്ട് ഒരു ബേസ് പോലെ ഇടുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷിയ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ഈ ഒരു ഷിയ ബട്ടറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഓയിലാണ്, ആൽമണ്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ എടുക്കാം കേട്ടോ. ബോഡിയിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പിമ്പിൾസിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ ഫേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ എടുക്കുകയാണെങ്കിൽ പിമ്പിൾസ് വരും. ഓക്കെ, അപ്പോൾ ബോഡിയിലായതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഓയിൽ എടുക്കാം. ഞാനിവിടെ 13 ഗ്രാം ഷിയ ബട്ടറിന് 13 ഗ്രാം ഓയിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 ഗ്രാം ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം. പക്ഷേ ഷിയ ബട്ടർ 13 ഗ്രാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറയ്ക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ കോഫി പൗഡറാണ്. 2 രൂപ സാഷേ കിട്ടില്ല നമുക്ക്, അതെടുത്താലും മതിയാകും. അപ്പോൾ ഞാനൊരു 2 രൂപ സാഷയുടെ ആ ഒരു കോഫി പൗഡറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിന് കോഫി പൗഡർ മേടിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇതുപോലത്തെ 2 രൂപ സാഷ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. ഈ കാണുന്ന സ്പൂണിലൊരു ഹാഫ് സ്പൂണിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതായത് 1/4 ടീസ്പൂണിന് മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലെടുത്താൽ മതി. ഒത്തിരി അങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം ഒരുപാട് നാളത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു അളവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണിക്കുന്ന അളവിൽ ഇത്ര മാത്രം തന്നെ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷിയ ബട്ടറിൻ്റെയും ആൽമണ്ട് ഓയിലിനകത്തേക്ക് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ആൽമണ്ട് ഓയിലിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായി രീതിക്ക് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ആരും ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടോ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ആകണം, കാരണം കോഫിയുടെ പൗഡറൊന്നും അലിയത്തില്ല. അപ്പോൾ ഞാൻ എടുത്ത പൗഡർ നന്നായിട്ടൊന്നും അലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്പൂൺ വെച്ച് നന്നായിട്ട് മാഷ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ബ്രൂഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽട്ടായി പോകും. അത് ചെറിയ തരികളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മെൽട്ടായി പോകും. അപ്പോൾ ഞാനിവിടെ കോഫി പൗഡർ എടുത്തത് പെട്ടെന്നൊന്നും മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് മെൽട്ടായി കിട്ടിയത്. ഇനി നമുക്കിത് ഫ്രീസറിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് ഇത് വെക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പോയി ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കാൻ കേട്ടോ. കാരണം ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഷിയ ബട്ടറും ഓയിൽസൊക്കെ കംപ്ലീറ്റ് മുകളിലും നമ്മുടെ കോഫി പൗഡർ കംപ്ലീറ്റ് ആയിട്ട് താഴെയും വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു നല്ല തിക്കായിട്ട് ഇരിക്കും. നമുക്കൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഒരു കൂട്ട് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൂട്ട് ഇതുപോലെ നല്ല മിക്സ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിൽസ് മേലെയും നമ്മുടെ കോഫി പൗഡർ താഴെയായിരിക്കും.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, നമ്മളിതിനകത്തേക്ക് ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇത് നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫീൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്രീം. അപ്പോൾ കുറച്ചൊരു ഓയിൽനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. നോർമൽ ആലോവേറ ജെല്ലോ അല്ലെങ്കിൽ സാഫ്രോൺ ജെല്ലോ ഏതായാലും കുഴപ്പമില്ല. ആ ഒരു ജെല്ലാണ് ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരികയാണ്. മിക്സ് ആക്കുന്തോറും നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ ആ ഒരു കളർ തന്നെ മാറി ആ ഒരു കോഫി കളറിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ആ ഒരു പിശു കുറച്ച് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഒരുപാടൊന്നും കുറയത്തില്ല, ചെറിയ രീതിക്ക് നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഇനി സ്മെല്ലിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഷിയ ബട്ടർ നമ്മൾ റീഫൈൻഡ് ചെയ്യാത്ത ഷിയ ബട്ടറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഓയിലോ എസൻഷ്യൽ ഓയിലോ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് നല്ലൊരു കുഞ്ഞു ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പുറത്ത് തന്നെ വെക്കാം. പക്ഷേ ഞാൻ പുറത്ത് വയ്ക്കുന്നില്ല, കാരണം ഇത്രയും നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഈ ഒരു ക്രീം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്ത് വയ്ക്കാൻ ഇച്ചിരി പേടിയുണ്ട്, കേട് വന്നാലോ എന്നുള്ള ഒരു ചീത്തയായാലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 1-2 മന്ത് വരെയൊക്കെ നമുക്കിത് യൂസ് ആക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ പറഞ്ഞ പോലെ എവിടെയാണോ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ്. അതിപ്പോൾ എപ്പോഴായാലും കുഴപ്പമില്ല, പകൽ സമയങ്ങളും നമുക്ക് 2 നേരം വെച്ച് ചെയ്യണം കേട്ടോ, രാവിലെയും രാത്രിയും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ പുതിയ സ്ട്രെച്ച് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മന്ത്സ് കൊണ്ട്, ചിലപ്പോൾ 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരും കേട്ടോ. ഒരുപാട് വർഷപ്പഴക്കമുള്ള സ്ട്രെച്ച് മാർക്കൊക്കെ ആണെങ്കിലാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഞാൻ ഈ പറഞ്ഞ പോലെ 2 മന്ത്സ് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.